US നാവികസേനയുടെ ഹെലികോപ്റ്ററും യുദ്ധവിമാനവും തകർന്നു വീണു. നിരീക്ഷണ പറക്കലിനിടെയാണ് ദക്ഷിണ ചൈനയിലെ കടലിൽ യുദ്ധവിമാനവും ഹെലികോപ്റ്ററും തകർന്നു വീണത്. അപകടത്തിൽ ആളപായമില്ലെന്നാണ് റിപ്പോർട്ട്. വ്യത്യസ്ത സമയങ്ങളിലാണ് അപകടങ്ങൾ നടന്നത്. അപകടത്തെക്കുറിച്ച് US അന്വേഷണം തുടങ്ങി. വിമാനവാഹിനിയായ USS നിമിറ്റ്സിൽ നിന്ന് നിരീക്ഷണ പറക്കൽ നടത്തുമ്പോഴാണ് MH-60R ഹെലികോപ്റ്റർ കടലിൽ തകർന്നു വീണത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 3 പേരെ രക്ഷപ്പെടുത്തി. ഈ അപകടം നടന്ന് 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ അപകടമുണ്ടായത്. ബോയിങ് FA-18F സൂപ്പർ ഹോണറ്റ് വിമാനമാണ് തകർന്നു വീണത്. നിരീക്ഷണ പറക്കൽ നടത്തുകയായിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പൈലറ്റുമാരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ പറഞ്ഞു. അപകടത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയതായി US നാവികസേന പ്രസ്താവനയിൽ അറിയിച്ചു. അമേരിക്കൻ സേനയിലെ പഴക്കമുള്ള വിമാനവാഹിനിയാണ് നിമിറ്റ്സ്. അടുത്ത വർഷം സർവീസിൽ നിന്ന് ഈ കപ്പൽ പിൻവലിക്കുമെന്നാണ് റിപ്പോർട്ട്. തിങ്കളാഴ്ച മലേഷ്യയിൽ നിന്ന് ജപ്പാനിലേക്കുള്ള യാത്രാമധ്യേ എയർഫോഴ്സ് വണ്ണിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ തുടർച്ചയായ അപകടങ്ങളെ വളരെ അസാധാരണമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇന്ധന പ്രശ്നത്തിനുള്ള സാധ്യതയും ട്രംപ് ഉയർത്തിക്കാട്ടി. ഞങ്ങളതിൻ്റെ കാരണം കണ്ടെത്തും, മറയ്ക്കാനൊന്നുമില്ല, ഒരു ചോദ്യത്തിന് മറുപടിയായി ട്രംപ് പറഞ്ഞു. $60 മില്യൺ FA-18 യുദ്ധവിമാനത്തിൻ്റെ വില. ഈ വർഷം US നാവികസേനയ്ക്ക് നഷ്ടപ്പെട്ടത് ഇത് 4ാമത്തെ FA-18 യുദ്ധവിമാനമാണ്. അതിലൊന്ന് ചെങ്കടലിൽ വെച്ച് വിമാനവാഹിനി കപ്പലിൽ നിന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. ഓഗസ്റ്റിൽ പരിശീലന പറക്കലിനിടെ ഒരു വിമാനം തകർന്നു വീണു. നിരവധി ഏഷ്യൻ രാജ്യങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്ന മേഖലയാണ് ദക്ഷിണ ചൈനാക്കടൽ. തന്ത്രപ്രധാനമായ മേഖലയാണിത്. അന്താരാഷ്ട്ര കോടതി വിധി ലംഘിച്ചുകൊണ്ട് ചൈന ഈ മേഖലയിൽ പൂർണ്ണമായ ഉടമസ്ഥാവകാശം അവകാശപ്പെടുന്നുണ്ട്. മേഖലയിൽ സൈനിക കേന്ദ്രങ്ങൾ നിർമ്മിച്ച് ചൈന തങ്ങളുടെ പ്രാദേശിക അവകാശവാദങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ചൈനയെ പ്രതിരോധിക്കുന്നതിനും സഖ്യകക്ഷികളെയും പങ്കാളികളെയും പിന്തുണയ്ക്കുന്നതിനുമായിട്ട് US സേന ഈ മേഖലയിൽ സ്ഥിരം സാന്നിധ്യവും നിലനിർത്തുന്നുണ്ട്.